ശാലോമിൻ്റെ പ്രിയമുള്ള പ്രേക്ഷകരെ, ജൂലൈ 3 വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ സ്മരണ പുതുക്കുന്ന ദിവസമാണ്. ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനും ഭാരതസഭയുടെ അഭിമാനമായ തോമാസ് ശ്ലീഹായെ പ്രത്യേകമായ വിധം നമ്മൾ ഓർക്കുന്ന സുദിനമാണിന്ന്. മാർ തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സുദിനമാണ്. ഏവർക്കും ജൂലൈ 3 തോമാസ് ശ്ലീഹായുടെ ദുഗ്രാന തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഈശോയെയും അവിടുത്തെ സുവിശേഷത്തെയും ആദ്യമായി നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന തോമാസ് ശ്ലീഹായെപ്പറ്റി സ്മരണ നമ്മുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. തോമാസ് ശ്ലീഹായുടെ ജീവിതത്തെയും പ്രവർത്തനത്തെ പറ്റിയുള്ള ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ തോമാസ് ശ്ലീഹായുടെ ജനനത്തെപ്പറ്റി നമുക്ക് അധികം അറിയത്തില്ല. എങ്കിലും പാരമ്പര്യം പറയുന്നു ഗലീലയിൽ ജനിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു കർഷക കുടുംബത്തിൽ. സ്വാഭാവികമായും വേദപുസ്തക പഠനത്തിലും ആരാധനക്രമ പാരമ്പര്യങ്ങളൊക്കെ തോമാസ് ശ്ലീഹ വളർന്നു വന്നിരിക്കണം, യഹൂദ പാരമ്പര്യം അനുസരിച്ച്. തോമാസ് ശ്ലീഹായുടെ വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യനായിരുന്നു തോമാസ് ശ്ലീഹ എന്ന് നമുക്കറിയാം. കാരണം 12 ശിഷ്യന്മാരിൽ ഒരുവനാണ് തോമസ്. മർക്കോസിൻ്റെ സുവിശേഷം 3:13 ഈശോ പറയുന്ന വചനം നമുക്ക് അറിവുള്ളതാണ്. ശിഷ്യരെ ഇടയിൽ നിന്ന് തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ അവിടുന്ന് തിരഞ്ഞു വിളിക്കുന്നു. ആ ഇഷ്ടപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ടവനാണല്ലോ തോമാസ് ശ്ലീഹായും. അപ്പോൾ 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ തോമാസ് ശ്ലീഹ ഉണ്ടായിരുന്നു എന്നുള്ളതിന് സമാന്തര സുവിശേഷങ്ങളെല്ലാം വ്യക്തമായിട്ട് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും അപ്പസ്തോലന്മാരുടെ പേരുകൾ പറയുന്ന സ്ഥലത്ത് തോമാസ് ശ്ലീഹയുടെ പേരും വിട്ടുപോകാതെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിലെ പരിശുദ്ധ അമ്മയോടുകൂടി സെഖ്യോൻ ഊട്ടിശാലയ്ക്ക് പ്രാർത്ഥിച്ചിരുന്ന അപ്പസ്തോല സമൂഹത്തിലും തോമാസ് ശ്ലീഹ ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ നമ്മുടെ പിതാവ് തോമാസ് ശ്ലീഹ. തീർച്ചയായിട്ടും നമുക്ക് അതിൽ അഭിമാനിക്കാൻ കഴിയും. തോമാസ് ശ്ലീഹയുടെ വ്യക്തിത്വത്തിലേക്ക് കുറച്ചുകൂടി വെളിച്ചം വീശുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന ചില പരാമർശങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 11-ാം അധ്യായം ലാസറിൻ്റെ മരണം, ഉയർപ്പ് എന്നിവയെപ്പറ്റിയാണല്ലോ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഈശോ പറയുകയാണ് ലാസറിൻ്റെ മരണത്തെപ്പറ്റി. ഞാൻ സ്നേഹിക്കുന്ന ലാസർ ഉറങ്ങുകയാണ്, നമുക്ക് അവൻ്റെ അടുക്കൽ പോകണം. പക്ഷെ അപ്പസ്തോലന്മാർ എതിര് നിൽക്കുന്നു. യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ പിടികൂടാനും കല്ലെറിയാനും ശ്രമിക്കുമ്പോൾ നീ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ ഈശോ പറയും ലാസർ മരിച്ചുപോയി, അവനെ അടക്കം ചെയ്തിരിക്കുന്നു, നമുക്കങ്ങോട്ട് പോകണം. അപ്പോൾ തോമാസ് ശ്ലീഹയാണ് പറയുന്നത് നമുക്കും മരിക്കുവാനായി അവൻ്റെ കൂടെ പോകാം എന്ന്. അത്രയ്ക്കും ഈശോയെ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ, യേശുവിൻ്റെ കൂടെ പോയി മരിക്കുവാനും തയ്യാറാകുന്നവൻ, സുവിശേഷം ധീരതയുള്ള ധൈര്യശാലിയായ ഒരു അപ്പസ്തോലനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അന്ത്യ അത്താഴവേളയിൽ ഈശോ അപ്പസ്തോലന്മാരുടെ കൂടെ ഇരുന്ന് അവരുമായിട്ട് സംസാരിക്കുകയാണ്. താൻ പിതാവിൻ്റെ പക്കലേക്ക് പോകുമെന്നും അവിടെ ചെന്ന് അവർക്ക് വേണ്ടി സ്ഥലം ഒരുക്കുമെന്നും ഞാൻ വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഒക്കെ പറഞ്ഞു. ഈശോ പറഞ്ഞു അങ്ങോട്ടുള്ള വഴിയെ നിങ്ങൾക്കറിയാം. അപ്പോഴാണ് തോമസിൻ്റെ ഒരു ഇടപെടൽ വരുന്നത്. അവിടുന്ന് ചോദിക്കുകയാണ്, നീ പിതാവിനെ പറ്റിയും അങ്ങോട്ട് പോകാനുള്ള വഴിയെപ്പറ്റിയൊക്കെ പറയുന്നു, പക്ഷെ ഞങ്ങൾക്ക് വഴി അറിഞ്ഞുകൂടല്ലോ. യേശുവിൻ്റെ വ്യക്തിത്വത്തെയും യേശുവിൻ്റെ ജീവിത ലക്ഷ്യത്തെയും വളരെ പ്രകടമാക്കുന്ന ഒരു വെളിപ്പെടുത്തലിന് ഈ ചോദ്യം കാരണമായി തീർന്നു. ഈശോ പറയാണ് ഞാനാണ് വഴിയും സത്യവും ജീവനും. അന്ന് വരെ വെളിപ്പെടുത്താത്ത വലിയൊരു സത്യം, തൻ്റെ ജീവിതത്തെയും തൻ്റെ ദൗത്യത്തെയും പറ്റി ഉള്ള ഒരു ദൗത്യം ഈശോ അങ്ങ് വെളിപ്പെടുത്തുവാൻ തോമാസ് ശ്ലീഹയുടെ ചോദ്യമാണ് കാരണമായത്. അപ്പോൾ തൻ്റെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്ന
ഒരു പഠിതാവായ തോമസിയെ നമുക്കവിടെ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും സംശയങ്ങൾ ഏറെ നമുക്കുണ്ട്, പലതിനെപ്പറ്റിയും. പ്രത്യേകിച്ച് വിശ്വാസസംബന്ധമായ കാര്യങ്ങളെപ്പറ്റി ഒത്തിരിയേറെ സംശയമുണ്ട്. തോമസിയെ നമ്മെ പഠിപ്പിക്കുക നമ്മുടെ സംശയങ്ങളും ചോദിക്കേണ്ടവരോട് ചോദിച്ച്, അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിച്ച് ദൂരീകരണം വരുത്തി പോകണമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തോമസിയായി കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. ഉത്ഥിതനായ ഈശോ പലർക്കും പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അപ്പസ്തോലന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ തോമാസിക ഉണ്ടായിരുന്നില്ല. തോമാസിക വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. പക്ഷെ തോമസിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ ഇത്രമാത്രം ഈശോയെ സ്നേഹിച്ചിട്ടും ഞാനില്ലാത്ത സമയത്ത് അവൻ വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അവനെ കാണണം. അവൻ്റെ തിരുവിലാവിലെ മുറിവിൽ എൻ്റെ കൈ വയ്ക്കണം, പാർശ്വത്തിലെ അവൻ്റെ കൈകളിലെ മുറിവുകൾ കാണണം, കണ്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. 8 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. തോമസും കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് തോമസിനെ വിളിച്ചു, തൻ്റെ മുറിവുകളും പാർശ്വത്തിലെ മുറിവുകളും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ സംഭവത്തിലൂടെ തോമസ് ഒരു സംശയാലുവായ തോമസ് എന്ന പേര് തോമസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ സത്യം സംശയിക്കല്ലായിരുന്നു. ഞാൻ ഗുരുവിൻ്റെ കൂടെ പോയി മരിക്കാൻ പോലും തയ്യാറായിട്ടും, ഞാൻ ഗുരുവിനെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും, ഞാൻ ഇല്ലാത്ത അവസരത്തിൽ ഗുരു വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അവനെ കാണണം, ഞാൻ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. അതൊരു സ്നേഹത്തിൻ്റെ വാശി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആ വാശിയുടെ മുമ്പിൽ കർത്താവ് തോറ്റുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. സക്കൈവസ് മരത്തിൽ കയറുന്ന ഈശോയെ കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈശോ ചെന്നതുപോലെ തന്നെയാണ്. തോമസേയ്ക്ക് കാണണമെന്ന് ആഗ്രഹിച്ചു, മുറിവുകൾ കാണണമെന്ന് ആഗ്രഹിച്ചു. കർത്താവ് അതിന് അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്നേഹസമ്പന്നനായ ഒരു അപ്പസ്തോലൻ അതായിരുന്നു തോമസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന് പറയാൻ പറ്റുന്നത്, വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു വ്യക്തിത്വമാണ് തോമസിനുണ്ടായിരുന്നത്. ഈശോ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് തോമസിൻ്റെ അരികിലേക്ക് വിളിച്ച് തൻ്റെ മുറിവുകൾ കാണാൻ, തൻ്റെ പാർശ്വത്തിലെ മുറിവിൽ കൈവയ്ക്കാൻ പറഞ്ഞപ്പോൾ തോമസിക കൈവയ്ക്കാനൊന്നും പോയില്ല. തോമസികയുടെ രൂപത്തിൻ്റെ അറ്റത്ത് കയ്യിലിങ്ങനെ രക്തം പുരണ്ടിരിക്കുന്നത് കാണും. പക്ഷെ തോമസിക കൈവച്ചതായിട്ട് പറയുന്നില്ല. തോമസിക എന്താ ചെയ്തത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. ഇതിൽ പരം ഒരു വിശ്വാസം ആർക്കാ ഏറ്റുപറയാൻ കഴിയുക? ഇതിലൂടെ താൻ വിശ്വസിച്ച ഈശോ ദൈവപുത്രനാണെന്ന് തോമാസിക പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നത്. പ്രിയമുള്ളവർ, നമ്മൾക്കും ഇതല്ലേ ചെയ്യാനുള്ളത്? ഏറ്റവും വലിയൊരു വിശ്വാസ പ്രഖ്യാപനം തോമാസിക ചെയ്തതുപോലെ ചെയ്യാൻ നമുക്കും കഴിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസിക പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിൽ നിരതനായിരിക്കുന്ന തോമസായിട്ടാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പസ്തോലന്മാരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അവിടെ അവർ കർത്താവ് സ്വർഗത്തേക്ക് കയറിയ ഉടനെ അവർ ജെറൂസലത്തേക്ക് മടങ്ങിയെന്നാണ് പറയുന്നത്. അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടു കൂടെ സെഹിയോൻ ഉടിശാലയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാചകവും അപ്പസ്തോല പ്രവർത്തന ഗ്രന്ഥത്തിലെ 1-ാം അധ്യായത്തിലെ 13-14 വചനങ്ങളും ഇതുതന്നെ വ്യക്തമാക്കുന്നത്. ആ പ്രാർത്ഥിക്കുന്ന ഗണത്തിൽ തോമാസിക ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചവന് തോമാശ്ലീഹ, ആത്മാവിന് നിറവ് കിട്ടിയവനാ തോമാശ്ലീഹ, അഭിഷേകം ലഭിച്ചവനാണ്. ആ ചൈതന്യത്തോടുകൂടിയാണ് അപ്പസ്തോലന്മാർ ലോകം മുഴുവൻ യേശുവിൻ്റെ ദൗത്യം അറിയിക്കുവാനായിട്ട് പോയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തീക്ഷ്ണമതിയായ തോമസിനെയാണ്. എല്ലാ അപ്പസ്തോലന്മാരും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു. തോമസിന് ലഭിച്ചത് ഏറ്റവും ദുർഘടമായ യാത്ര ചെയ്യേണ്ട ദൂരെയുള്ള പ്രദേശമായ ഏഷ്യയിലേക്ക്, ഇന്ത്യയിലേക്കുള്ള കുറിപ്പാണ് വീണത്. ആദ്യമൊക്കെ ഇങ്ങോട്ട് പോരാൻ മടിയായിരുന്നു എന്നിങ്ങനെ ഐതിഹ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ തോമാസിക ഭാരതത്തിലേക്ക് കടന്നു വന്നു. തീക്ഷ്ണതയുള്ള ചൈതന്യം മുറ്റി നിന്ന ഒരു പ്രേക്ഷിതനായിട്ടാണ് വരുന്നത്. തോമാസികയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ AD 52 തോമാശ്ലീഹ കേരളത്തിൽ മുസീറീസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നിപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ എന്നൊക്കെ പറയുന്ന പ്രദേശത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നുവെന്നാണ് ചരിത്രവും
ഐതിഹ്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുന്നത്. 3-ാം നൂറ്റാണ്ടിൽ എഴുതിയൊരു ഗ്രന്ഥമായ ആക്ട്സ് ഓഫ് ദ തോമസ് ലീഗയുടെ നടപടി ഗ്രന്ഥത്തിൽ തോമസ് അബാനസ് എന്ന് പറയുന്ന ഒരു യഹൂദ യാത്രക്കാരൻ്റെ കൂടെ മുസീറീസിൽ വന്നിറങ്ങി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ യഹൂദരും ഇന്ത്യയും പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളുമായിട്ട് യാത്രാബന്ധങ്ങളും കച്ചവട ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് ലീഗ ആ അവസരം കണ്ടെത്തി ഇവിടെ വന്നു ചേർന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ തോമ പർവം എന്ന ഗ്രന്ഥത്തിൽ ഈ തോമസ് ലീഗയുടെ ആഗമനത്തെപ്പറ്റിയും മിഷനെ പറ്റിയുമുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുസീറീസിൽ വന്നിറങ്ങിയ തോമസ് ലീഗ യേശുവിനെ പറ്റി പ്രസംഗിക്കുകയും അവിടെ നിന്ന് തന്നെ ഏതാണ്ട് 40ഓളം യഹൂദരെ സ്നാനപ്പെടുത്തിയ കാര്യം പറയുന്നുണ്ട്. കൂടാതെ 1000-ൽ പരം ഹൈന്ദവ സഹോദരങ്ങൾക്ക് ബ്രാഹ്മണർ എന്ന് സൂചിപ്പിക്കുന്നു, മാമോദിസ നൽകിയ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തോമസ് ലീഗയുടെ പ്രേക്ഷിത പ്രവർത്തന ഫലമായിട്ട് വിവിധങ്ങളായ സമൂഹങ്ങൾ കേരളക്കരയിൽ രൂപപ്പെട്ട കാര്യം നമ്മൾ കുഞ്ഞുനാൾ മുതലേ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ 7 പള്ളികൾ തോമസ് ലീഗ സ്ഥാപിച്ചു എന്ന് പറയുന്നത്. ഇവിടെ പള്ളി എന്നുകൊണ്ട് അർത്ഥമാക്കേണ്ടത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പള്ളി അർത്ഥമല്ല, സമൂഹങ്ങൾ എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. അവിടെയും ഇവിടേക്കായിട്ട് 7 സമൂഹങ്ങൾ. അതെവിടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാലയൂർ, കോക്കമംഗലം, കൊടുങ്ങല്ലൂർ, പറവൂർ, കൂടാതെ നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ സ്ഥലങ്ങളിലൊക്കെ തൻ്റെ ഈ പള്ളികൾ സ്ഥാപിച്ചെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. തോമസ് ലീഗയുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെപ്പറ്റി പറയുമ്പോൾ AD 72 മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാനിരതനായിരിക്കുമ്പോൾ ഏതാനും കുറച്ചു പേർ വന്ന് ശൂലത്താൽ അദ്ദേഹത്തെ കുത്തി വധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മൈലാപ്പൂർ പ്രദേശത്തെ കാളി ദേവതയെ ആരാധിക്കുന്ന സമൂഹങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ആ പൂജാരികളുമായിട്ട് പലപ്പോഴും വിശ്വാസസംബന്ധമായ കാര്യങ്ങളെപ്പറ്റിയുള്ള തർക്കത്തിൽ, ചർച്ചയിൽ, വാഗ്വാദത്തിൽ തോമസ് ലീഗ ഏറ്റിരുന്നു. അതെല്ലാം വഴിയായിട്ട് ദേവതയെ തോമസ് ലീഗയുടെ പ്രസംഗത്താലും സാമീപ്യത്താലും നിന്ദിച്ചു എന്ന ഒരു ചിന്ത അവരുടെ ഇടയിലുണ്ടായി. മാത്രമല്ല ആ സമൂഹത്തിന് ധാരാളം പേർ ക്രൈസ്തവ സഭയിലേക്ക് ചേരാനും ഇടയായി. ഇത് അവരിൽ ശത്രുത ഉണ്ടാക്കി എന്നാണുള്ള സൂചന. അതുകൊണ്ട് തന്നെ തോമസ് ലീഗ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഹസ്യത്തിൽ വന്ന് ശൂലത്താൽ അവർ തോമസ് ലീഗയെ കുത്തി വധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. തോമസ് ലീഗയുടെ ശരീരം മൈലാപ്പൂരിൽ അടക്കം ചെയ്തു. ഇന്നും നമുക്കറിയാം, ഇന്നും മൈലാപ്പൂരിലേക്ക് ധാരാളം ജനങ്ങൾ തീർത്ഥാടനം നടത്തുന്നു തോമസ് ലീഗയുടെ ശവകുടീരത്തിലേക്ക്. പിന്നീട് ചരിത്രം പറയുന്നുണ്ട്, തോമസ് ലീഗയുടെ ആ ഭൗതിക ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് യദേസയിലേക്ക്, മെസൊപ്പൊട്ടോമിയയിലെ യദേസയിലേക്ക് സംഭവിക്കപ്പെട്ടതായിട്ടുള്ള സൂചനകൾ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1258 യദേസയിൽ നിന്ന് ആ ശരീരത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇറ്റലിയിലേക്ക് കൊണ്ടുവന്നതായും ഇറ്റലിയിലെ ഓർത്തോണ എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ അബ്രൂസോ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പ്രതിഷ്ഠിച്ചതായിട്ടും ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഓർത്തോണയിൽ വിശുദ്ധ തോമസ് ലീഗയുടെ നാമത്തിലുള്ള ദേവാലയത്തിലാണ് ഇന്ന് നമുക്ക് ആ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് ഭാരതത്തിൽ നിന്നൊക്കെ ആരെങ്കിലും പോകുമ്പോൾ ഓർത്തോണ ദേവാലയം സന്ദർശിക്കുകയും അവിടെയുള്ള പൂജ അവശിഷ്ടങ്ങൾ വണങ്ങുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ സന്തോഷമുണ്ട് പറയുന്നതിൽ. ഞാനും ഓർത്തോണ ഈ ദേവാലയത്തിൽ 2 പ്രാവശ്യം പോവുകയും അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ സീറോ മലബാർ സഭയിലെ എല്ലാ പിതാക്കന്മാരോടും ഒത്ത് ആദിലേവിനെ വിസിറ്റിൻ്റെ സമയത്ത് ഓർത്തോണയിൽ പോയത് ഓർക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ആ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മലയാളി വൈദികർ നമ്മുടെ ഇടയിൽ തന്നെയുള്ളവരാണ് എന്ന കാര്യവും നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, തോമസ് ലീഗയുടെ സ്മരണ നമ്മൾ പുതുക്കുമ്പോൾ തോമസ് ലീഗ നമ്മളെ വിശ്വാസത്തിൽ ജനിപ്പിച്ചവനാണ്. തീർച്ചയായിട്ടും നമുക്കതിൽ അഭിമാനം തോന്നണം. പൗലോസ് ലീഗ തൻ്റെ ലേഖനത്തിൽ പലപ്പോഴും പറയും, കോറിന്ത്യക്കാരോടും റോമക്കാരോടൊക്കെ, ഞാനാണ് നിങ്ങളെ വിശ്വാസത്തിൽ ജനിപ്പിച്ചവർ. നിങ്ങൾക്ക് അനേകം അപ്പോസ്തലന്മാരും ഉപദേശകന്മാരും പ്രബോധകന്മാരൊക്കെ ഉണ്ടായിരിക്കാം.
പക്ഷെ വിശ്വാസത്തെ നിങ്ങൾ ജനിപ്പിച്ച് ഞാനാണ്. നമുക്കും അഭിമാനപൂർവ്വം പറയാൻ പറ്റും, നമ്മളെ നമ്മുടെ പൂർവികരെ വിശ്വാസത്തിൽ ജനിപ്പിച്ചത് തോമാശ്ലീഹയാണ്. നമ്മുടെ പിതാവാണ് തോമാശ്ലീഹ. ഭാരതസഭയുടെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പിതാവാണ് തോമാശ്ലീഹ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തോന്നണം. ഈ തോമാശ്ലീഹയുടെ പാരമ്പര്യവും തോമാശ്ലീഹ നമുക്ക് തന്ന വിശ്വാസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്, ആഴപ്പെടുത്തേണ്ടവരാണ്. കാത്തു സൂക്ഷിക്കുക മാത്രമല്ല, അത് വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ തിരുനാൾ ദിവസം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഇന്ന് ഭാരതസഭയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് 2017 നവംബർ മാസത്തിൽ ശംസാബാദ് രൂപത കൂടി സ്ഥാപിച്ചു തന്നതിലൂടെ ഇന്ത്യ മുഴുവൻ പ്രേക്ഷിത വേല നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ തിരുനാൾ ദിവസം നമ്മൾ സഭാദിനമായിട്ട് തോമാശ്ലീഹയുടെ തിരുനാൾ കൂടി കൊണ്ടാടുന്ന ഈ ദിവസത്തിൽ ഈ ഭാരതം മുഴുവൻ പോയി യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെപ്പറ്റിയും കൂടി ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ തോമാശ്ലീഹയുടെ ഈ തിരുനാൾ നമുക്ക് പ്രേരണയായി തീരട്ടെ, പര്യാപ്തമായി തീരട്ടെ എന്നാണ് നമ്മുടെ ആശംസയും പ്രാർത്ഥനയും. അടുത്ത നാളുകളിൽ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നോ ഇല്ലയോ എന്നതിനെപ്പറ്റിയുള്ള സൂചനകളും തർക്കങ്ങളൊക്കെ നടക്കുന്നതായി കൂടി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ, ചരിത്രപരമായ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ തോമാശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതിന് ന്യായമായ തെളിവുകൾ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഈ തിരുനാൾ ദിവസം നമുക്ക് ഓർക്കുവാൻ ലഭിച്ചതിനോർത്ത് നന്ദി പറയാം. തോമാശ്ലീഹ എന്ന വ്യക്തി ഓർത്ത് നമുക്ക് തമ്പുരാന് പ്രത്യേകമായ കൃതജ്ഞത അർപ്പിക്കാം. തോമാശ്ലീഹ ഇന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകം മുഴുവൻ പോയി സുവിശേഷ വേല നടത്താൻ നമുക്ക് കഴിയണം. നമുക്കേറെ സന്തോഷമുണ്ട്, നമ്മുടെ മക്കൾ ഇന്ന് കേരളം വിട്ട് ഭാരതത്തിലെ ഉടനീളവും ഭാരതം വിട്ട് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചെല്ലുമ്പോഴും തങ്ങളുടെ മക്കൾക്ക് വിശ്വാസം കൈമാറാനുള്ള തീക്ഷ്ണതയുള്ളവരാണ്. എവിടെ ചെന്നാലും ഒരു കൊച്ചു വിശ്വാസ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉത്സുകരാണെന്ന് കാണാൻ കഴിയും. അതേറെ നമുക്ക് അഭിമാനകരവും സന്തോഷം നൽകുന്നതുമായ കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും പ്രേരിപ്പിക്കുന്നത് വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ച തോമാശ്ലീഹയുടെ ആ പാരമ്പര്യവും തോമാശ്ലീഹയിൽ നമുക്ക് കിട്ടിയ ചൈതന്യവുമാണെന്നതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട. തോമാശ്ലീഹയുടെ മാധ്യസ്ഥം വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസം നമുക്ക് തേടാം. തോമാശ്ലീഹയെപ്പോലെ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യരാണ് നമ്മളെന്ന അവബോധത്തിൽ വളരാൻ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. തോമാശ്ലീഹ തൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചതുപോലെ തന്നെ നമുക്കും നമ്മുടെ വിശ്വാസത്തെപ്പറ്റിയും സഭാജീവിതത്തെപ്പറ്റിയും ആകുലതകളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ അത് തീർത്ത് മുന്നേറുവാൻ നമുക്ക് കഴിയണം. ഒപ്പം ഗുരുവിൻ്റെ കൂടെ പോയി മരിക്കാൻ തയ്യാറായ തോമാശ്ലീഹയുടെ ആ ധൈര്യവും ധീരതയും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവാണ് അത് തരേണ്ടത്. ഈ സുദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനോട് കൂടിയും പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോസ്തല സമൂഹത്തിൻ്റെ കൂടെ നിന്നവനാണ് തോമാശ്ലീഹ. പ്രാർത്ഥനാ സമൂഹത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. സഭാ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കും ശക്തിയും കൃപയും സുലഭമായി ലഭിക്കുക. യഥാർത്ഥ മുന്തിരിച്ചെടിയാകുന്ന ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും നമ്മളാകുന്ന ശാഖകൾക്കും ജീവനും ചൈതന്യവും ലഭിക്കുന്ന പോലെ തന്നെ തീക്ഷ്ണത കൊണ്ട് അതിദൂരം യാത്ര ചെയ്ത് ഭാരതത്തെത്തിയ തോമാശ്ലീഹ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം നമ്മളും തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കണമെന്ന കാര്യമാണ്. ഇത്തരുണത്തിൽ പൗലോസ്ലീഹായുടെ റോമാക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനം എൻ്റെ മനസ്സ് വരികയാണ്. ശുശ്രൂഷയിൽ മാന്യം കൂടാതെ ജ്വലിക്കുന്ന ഹൃദയത്തോടുകൂടി കർത്താവിന് ശുശ്രൂഷ ചെയ്യുമെന്ന സന്ദേശം. ഈ ജ്വലിക്കുന്ന ഒരു ഹൃദയം, കർത്താവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ജീവിക്കാനുള്ള സന്മനസ്സുള്ള ഒരു ഹൃദയം, ഒരു ജീവിതം നമുക്ക് തരണമേ തോമാശ്ലീഹ പ്രത്യേകമായി ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. തോമാശ്ലീഹ നമുക്കായി പ്രാർത്ഥിച്ച് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് മാത്രമല്ല, നമ്മുടെ സഭയെയും നമ്മുടെ നാടിനെയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ സഹായിക്കുക കൂടി ചെയ്യട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.